Hi, welcome to Simple Chemistry. Hi, welcome to Simple Chemistry. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. സിമ്പിൾ കെമിസ്ട്രി എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇതിൽ ഡിഗ്രി, ഡിപ്ലോമ, ബിടെക്, +2 ക്ലാസ്സുകളിലെ കെമിസ്ട്രി പോർഷൻ്റെ സിമ്പിൾ വീഡിയോസാണ് ആഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ഡിപ്ലോമ സ്റ്റുഡൻസിന് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി 2ൻ്റെ റിവിഷൻ ക്ലാസ്സാണ് ആഡ് ചെയ്യണത്. 4 മൊഡ്യൂളുണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്, ആറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. റിവിഷൻ മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പാർട്ടുണ്ട്. പാർട്ട് എയിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം മാർക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പാർട്ട് ബിയിൽ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്, 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 അറ്റൻഡ് ചെയ്താൽ മതി, മാക്സിമം 30 മാർക്ക് സ്കോർ ചെയ്യുക. പാർട്ട് സിയിൽ essay ക്വസ്റ്റ്യൻസ് ആണ്, 15 മാർക്സിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 4 അറ്റൻഡ് ചെയ്താൽ മതി, മാക്സിമം 60 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ടോട്ടൽ മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 100 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ പാസ് മാർക്ക് 40 ആണ്. ഇപ്പോൾ സപ്ലൈ സ്റ്റുഡൻസിന് കംപ്ലീറ്റ് മൊഡ്യൂൾസും പഠിക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ അവർ മിനിമം 2.5 മൊഡ്യൂളെങ്കിലും പഠിച്ചു വെക്കുക ഈ 40 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ. റെഗുലർ സ്റ്റുഡൻസ് കംപ്ലീറ്റ് 4 മൊഡ്യൂളും പഠിക്കണം. അപ്പോൾ 4 മൊഡ്യൂളിൻ്റെ റിവിഷന് ഞാൻ ഇടുന്നുണ്ട്. ഇന്ന് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്, ദ ആറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ ആറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. പാർട്ട് 1 ആറ്റോമിക് സ്ട്രക്ചറാണ്. ഇതിൽ മെയിനായിട്ട് 5 പോയിൻറ്റ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിൻറ്റ്, ബോർ മോഡൽ ഓഫ് ആറ്റം, ഇറ്റ്സ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ്. ബോർ മോഡൽ ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. 8 പോസ്റ്റ്ലേറ്റാണുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് പഠിക്കാൻ പറ്റാത്തവർ 5 പോസ്റ്റ്ലേറ്റെങ്കിലും പഠിച്ചിരിക്കണം. 3 മെറിറ്റ്സ് ഉണ്ട്, 4 ഡിമെറിറ്റ്സ് ഉണ്ട്. ഇത് ഷുവർ ക്വസ്റ്റ്യനാണ്, essay ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. സെക്കൻഡ്, നമുക്കൊരു 5 പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. ഇത് 5 പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനിഷനും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഓഫ് പോ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. നെക്സ്റ്റ് പോയിന്റ് വന്നത് വാട്ട് ഈസ് ഓർബിറ്റൽ. Draw the shapes of S and P orbital. What is orbital? Orbital is the space around the nucleus where there is a maximum probability to find electron in an atom. S orbital has a spherical structure and P orbital has a dumbbell structure. There are 3 P orbitals, Px, Py and Pz. ഇതാണ് ഓർബിറ്റൽസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. 4th പോയിന്റ്, ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സിന് 2 ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് വന്നത്. ഫസ്റ്റ് ടൈപ്പ്, വാട്ട് ആർ ക്വാണ്ടം നമ്പേഴ്സ്, ഡിഫൈൻ. സെക്കൻഡ് ടൈപ്പ്, റൈറ്റ് ഓൾ ദ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 5th പോയിന്റ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സിമ്പിളാണ്. ഓഫ് പോ പ്രിൻസിപ്പിൾ പഠിച്ചിരിക്കണം. അതിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഓർഡർ കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു മിനിമം 20 ആറ്റോമിക് നമ്പർ വരെയുള്ള എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അത്രേ ചോദിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആറ്റോമിക് നമ്പർ തന്നിട്ടേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതും സിമ്പിളാണ്. അപ്പോൾ ഇത്രയുമാണ് ആറ്റോമിക് മോഡലിൽ, ആറ്റോമിക് സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ കംപ്ലീറ്റ് നോട്ട് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ടോ ടെക്സ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്താൽ മതി. ഇത് നോട്ടും ടെക്സ്റ്റും കയ്യിലില്ലാത്ത സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ബോർ മോഡൽ ഓഫ് ആറ്റം. 8 പോസ്റ്റ്ലേറ്റാണുള്ളത്. അപ്പോൾ 8ഉം പഠിച്ചിരിക്കണം. പറ്റില്ലെങ്കിൽ മിനിമം 5 എങ്കിലും പഠിച്ചു വെക്കണം. സിമ്പിൾ പോസ്റ്റ്ലേറ്റ്സ് ആണ് 8 പോസ്റ്റ്ലേറ്റ്സും. നെക്സ്റ്റ് പോയിന്റ്, മെറിറ്റ് ഓഫ് ബോർ മോഡൽ. 3 മെറിറ്റ്സ് ഉണ്ട്. 3 മെറിറ്റ്സും പഠിച്ചു വെക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഡിമെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ. ഡിമെറിറ്റ്സിൽ മെയിനായിട്ട് വന്ന ഒരു പോയിന്റ്, വാട്ട് ഈസ് സീമൻ ഇഫക്റ്റ് ആൻഡ് വാട്ട് ഈസ് സ്റ്റാർക്ക് ഇഫക്റ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സീമൻ ഇഫക്റ്റ് ഇസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. Stark effect is the splitting of spectral lines in electric field.
ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് ഡി ബ്രോഗ്ലി റിലേഷൻ. വാട്ട് ഈസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ? അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി ദ പാർട്ടിക്കിൾ ഹാവ് ടു ക്യാരക്ടർ അല്ലേ? ഏതൊക്കെയാണ്? ടു നേച്ചർ, പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ഇത് വെച്ച് പ്രോബ്ലം വരാറുണ്ട്. ലാംഡ ഇസ് ദ വേവ് ലെങ്ത് ഓഫ് ദ പാർട്ടിക്കിൾ, h Planck's constant, m is the mass of the particle, v is the velocity of the particle. ലാംഡ ഇസ് ഈക്വൽ ടു h/p എന്ന് എഴുതാം നമുക്ക്. p is the momentum of the particle. ഇവിടെ എച്ച് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് തരാറുണ്ട് എച്ചിൻ്റെ വാല്യൂ. തന്നില്ലെങ്കിൽ അത് ഓർത്ത് വെക്കുക. 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. uncertainty principle, it is impossible to determine simultaneously the exact position and momentum of a small moving particle like an electron. ഇവിടെ സ്മോൾ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മാക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന് ഈ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിക്കാറുണ്ട്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഡെൽറ്റ പി അൺസർട്ടനിറ്റി ഇൻ മൊമെൻ്റം ആണ്. ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. ഡെൽറ്റ പിനെ നമുക്ക് എം ഡെൽറ്റ വി എന്ന് എഴുതാം. അപ്പോൾ പ്രോബ്ലം എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഓർബിറ്റൽ. Orbital is the space around the nucleus where there is maximum probability to find an electron in an atom. S orbitalൻ്റെ p orbitalൻ്റെ ഷേപ്പ് പഠിക്കാണ്ട്. S orbital has a spherical shape. S orbital is a non directional orbital ആണ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് orbital is non directional in nature? ആൻസർ S orbital ആണ്. There are 3 p orbitals, px, py and pz. px orbital വരക്കുമ്പോൾ ഡംബലിൻ്റെ ലോബ്സ് എക്സ് ആക്സിസിന് അലോങ് ആയിട്ട് വരക്കണം. py വരക്കുമ്പോൾ ലോബ്സ് വൈ ആക്സിസിന് അലോങ്, pz വരക്കുമ്പോൾ ലോബ്സ് z ആക്സിസിന് അലോങ് വരക്കണം. ഓരോന്നിൻ്റെ താഴെ അതിൻ്റെ നെയിമും കൂടി എഴുതണം. px, py, pz എന്ന് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഷുവറാണ്. നെക്സ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾ. ഓഫ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതിൻ്റെ ഓർബിറ്റൽസിൻ്റെ എനർജി ഓർഡർ 1s ലെസ് ദാൻ 2s ലെസ് ദാൻ 2p ലെസ് ദാൻ 3s ലെസ് ദാൻ 3p. ആ ഓർഡർ പഠിച്ചു വെക്കണം. ഇത് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പം ഞാൻ 20 ആറ്റോമിക് നമ്പർ വരെയുള്ള എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബോറോൺ നോക്കിയാൽ ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2px1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 2p1 എഴുതിയാൽ മതി. കാർബൺ 2px1 2py1 2p2 എന്ന് എഴുതിയാൽ മതി. നൈട്രജൻ 2p3 എന്ന് എഴുതാം. ഓക്സിജൻ 2p4, ഫ്ലൂറിൻ 2p5, നിയോൺ 2p6 അങ്ങനെ. നെക്സ്റ്റ് പോയിന്റ് ക്വാണ്ടം നമ്പേഴ്സ്. വാട്ട് ഈസ് ക്വാണ്ടം നമ്പർ? Quantum numbers are a set of 4 numbers which give the address of an electron in an atom. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ ഏത് മെയിൻ ഷെല്ലിൽ ഏത് സബ് ഷെല്ലിൽ ഏതാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ, ഇലക്ട്രോണിൻ്റെ സ്പിൻ ഏതാണ്, ഈ ഐഡിയ ഒക്കെ തരുന്നത് നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് എന്നാണ്. ഇത് അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ. There are 4 quantum numbers. Principal quantum number n represent the main shell of the electron. Subsidiary quantum number or azimuthal quantum number represent the subshell of the electron. Next, third one, magnetic quantum number m represent the orientation of the orbital. Fourth point, spin quantum number s represent the spinning of the electron. Spin quantum number ന് 2 വാല്യൂ ആണുള്ളത്. +½ ഫോർ ക്ലോക്ക് വൈസ് സ്പിന്നിങ് ആൻഡ് -½ ഫോർ ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നിങ്. ക്വാണ്ടം നമ്പേഴ്സിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്.
ഇതിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. വിച്ച് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് an orbital cannot have more than 2 electrons? Answer is Pauli's exclusion principle. The second point ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. From this it follows that an orbital cannot have more than 2 electrons. Next last point ആണ് Hund's rule of maximum multiplicity. ഇതിന് പെയറിംഗ് നടക്കുന്നതിന് മുമ്പ് സിംഗിൾ ഓക്യുപ്പേഷൻ നടക്കും. ഓർബിറ്റൽസിൽ ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ പെയറിങ്ങിന് മുമ്പ് സിംഗിൾ ഓക്യുപ്പേഷൻ നടക്കുന്നതാണ് ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണുന്നത് വാട്ട് ആർ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അപ്പോൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആർ ഓർബിറ്റൽസ് വിത്ത് സെയിം എനർജി. ഇനി നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഗീവ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. The main significance of principal quantum number is it gives the main shell of the electron occupied. It gives it represented by the letter n. It can have values 1, 2, 3. n is equal to 1 first shell, n is equal to 2 second shell. Next question, write all quantum numbers of the electron present in outermost shell of potassium atomic number 19, sodium atomic number 11. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, എന്നാലേ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കിട്ടുള്ളൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ക്വാണ്ടം നമ്പേഴ്സാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പൊട്ടാസ്യം എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s1. അപ്പോൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺ 4s1 ആണ്. അപ്പോൾ 4s1 ആയതുകൊണ്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മെയിൻ ഷെല്ല് n is equal to 4 വരും. അസിമുത്തൽ ക്വാണ്ടം നമ്പർ L 0 ആണ് വന്നത്. 4s ഓർബിറ്റൽ L is equal to 0. ഇപ്പോൾ 4p ആയിരുന്നെങ്കിൽ L is equal to 1 വന്നേനെ അല്ലേ. 4d ആയിരുന്നെങ്കിലോ L is equal to 2 വരും. 4f ആണെങ്കിൽ L is equal to 3 വരും. അപ്പോൾ എല്ലാണ് ഏത് സബ് ഷെല്ലാണെന്ന് ഡിസൈഡ് ചെയ്യണത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ m is equal to 0. സ്പിൻ ക്വാണ്ടം നമ്പർ s is equal to +12 or -12. അപ്പോൾ s എല്ലാത്തിനും +12 or -12 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം എഴുതണം. 1s2, 2s2, 2p6, 3s1 ആണ്. അപ്പോൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺ 3s1 ആണ്. അതിൻ്റെ മെയിൻ ഷെല്ല് 3 ആണ്. അപ്പം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 വരും. അസിമുത്തൽ ക്വാണ്ടം നമ്പർ L 0 ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M 0 ആയിരിക്കും. L 0 ആണെങ്കിൽ M എപ്പോഴും 0 ആയിരിക്കും, അത് ഓർത്തിരിക്കാം. പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ S എപ്പോഴും +12 or -12 ആയിരിക്കും. Next question, state Aufbau principle. Write the electronic configuration of phosphorus atomic number 15 and calcium atomic number 20. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Aufbau principle സ്റ്റേറ്റ് ചെയ്യണം. Aufbau principle നിന്ന് നമുക്ക് ഓർബിറ്റൽസിൻ്റെ എനർജി ഓർഡർ കിട്ടും. അത് വെച്ച് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. ഫോസ്ഫറസിൻ്റെ കേസിൽ 15 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം. കാൽസ്യത്തിൻ്റെ കേസിൽ 20 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം. ആ ഓർഡർ അറിഞ്ഞിരുന്നാൽ സിമ്പിളാണ്. അപ്പോൾ ഫോസ്ഫറസിന് 1s2, 2s2, 2p6, 3s2, 3p3 വരും. കാൽസ്യത്തിൻ്റെ കേസിൽ 1s2, 2s2, 2p6, 3s2, 3p6, 4s2. Next question, state Hund's rule of maximum multiplicity. Illustrate it taking nitrogen and neon as examples. ഇതും ഹൺസ് റൂൾ ആദ്യം സ്റ്റേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ നമ്മൾ നൈട്രജൻ്റെയും നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ തന്നിട്ടില്ല. അപ്പം നിങ്ങൾ മിനിമം 20 ആറ്റോമിക് നമ്പറുള്ള എലമെൻറ്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. നൈട്രജൻ്റെ 7 ആണ്, നിയോൺ 10 ആണ്. അപ്പം നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p3 വരും. നിയോണിൻ്റെ കേസിൽ 1s2, 2s2, 2p6 വരും. അപ്പം നൈട്രജനിൽ സിംഗിൾ ഓക്യുപ്പേഷനാണ് 2pയിൽ വരുന്നത്. ഹൺസ് റൂൾ അനുസരിച്ചിട്ട് നിയോണിൻ്റെ കേസിൽ എല്ലാ 2p ഓർബിറ്റൽസും പെയർഡ് ആയിട്ടാണ് ഫില്ല് ചെയ്യണത്. അപ്പോൾ ഇതാണ് മെയിൻ പോയിൻ്റായിട്ട് വന്നത് ഹൺസ് റൂളിൻ്റെ. മാർച്ച് 2016 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ഒന്ന് വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇതിൽ നമുക്ക് ആറ്റോമിക് സ്ട്രക്ചറിൽ വരുന്ന പ്രോബ്ലംസ് ഒന്ന് നോക്കാം. യൂണിറ്റ് പാർട്ട് സിയിൽ യൂണിറ്റ് 1 4th ക്വസ്റ്റ്യൻ
ഫോർത്ത് ക്വസ്റ്റ്യനിൽ ബി പാർട്ട് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ? ആൻ ഇലക്ട്രോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് ലെങ്ത് ഓഫ് 10 നാനോമീറ്റർ. കാൽക്കുലേറ്റ് ദി വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ. എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ ലാംഡ h/mv ആണ്. അപ്പോൾ എച്ച് തന്നിട്ടുണ്ട് 6.63 × 10⁻34 ജൂൾ സെക്കൻഡ് ആണ്. എം തന്നിട്ടുണ്ട് 9.1 × 10⁻31 കിലോഗ്രാം. വി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. വെലോസിറ്റി ലാംഡയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സി പാർട്ടിൽ ബ്രിങ് ഔട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ആൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മെയിനായിട്ട് 3 ഡിഫറൻസ് ആണുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഓർബിറ്റ്സ് ആർ 2 dimensional arrangements, ഓർബിറ്റൽസ് ആർ 3 dimensional arrangements. Orbits are circular in shape. Second point, orbits are circular in shape. Orbitals have different shapes. Third point, the number of electrons occupied in an orbit is 2n², and in the case of orbital it is 2. These are the 3 difference. അത് പഠിച്ചിരിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 1ൻ്റെ സെക്കൻഡ് പോർഷൻ കെമിക്കൽ ബോണ്ടിങ്. ഇതിൽ 5 പോയിന്റ്സ് ഉണ്ട്. ഒക്ടേറ്റ് റൂൾ, അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട് ഓർ ഡേറ്റീവ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്. സിമ്പിൾ പോർഷനാണ്. ഇതിൻ്റെ നോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് വായിച്ച് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഒക്ടേറ്റ് റൂൾ. ഇതിൽ 3 പോയിന്റ്സ് ഉണ്ട്. സിമ്പിളാണ് 3 പോയിന്റ്സും, പഠിക്കണം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്. ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങിൽ 4 ടൈപ്സ് കെമിക്കൽ ബോണ്ടിങ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ബോണ്ട് അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്. അയോണിക് ബോണ്ട് ഇസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്. ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ. അപ്പം മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പോയിന്റ് കംപ്ലീറ്റ് എഴുതാം. അപ്പം എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് കേസിൽ സോഡിയം ക്ലോറൈഡ് ഇസ് എ അയോണിക് കോമ്പൗണ്ട്. അതിൽ സോഡിയം 281 ആണ്. അത് 28ലേക്ക് മാറും. 281 എന്നുള്ളത് 28ലേക്ക് മാറി. അപ്പോൾ സോഡിയത്തിനൊരു പോസിറ്റീവ് ചാർജ് വന്നു. ക്ലോറിൻ 287 നിന്ന് 288ലേക്ക് മാറി. അപ്പോൾ സോഡിയം ക്ലോറിൻ Cl- ആയി മാറി. അപ്പോൾ ഇത് തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വന്നു. 2 സ്റ്റേബിളായി ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ഡയഗ്രം ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് 2 എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു എക്സാമ്പിളും കൂടി പഠിച്ചു വെക്കാം. മഗ്നീഷ്യം ഓക്സൈഡ് ഓർ മഗ്നീഷ്യം ക്ലോറൈഡ് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് കോവാലന്റ് ബോണ്ടിങ്. Covalent bond is formed by the sharing of 1 or more pairs of valence electrons between 2 atoms. അതാണ് കോവാലന്റ് ബോണ്ട്. ഷെയറിങ് വഴിയാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്താൽ സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുന്നത്. 2 പെയർ ആകുമ്പോൾ ഡബിൾ ബോണ്ട്, 3 ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. എല്ലാത്തിൻ്റെ എക്സാമ്പിൾ പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷനിൽ ഒരു സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഓരോ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ക്ലോറിൻ്റെ കേസിലും സെയിം ആണ്, ഒരു സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുന്നത്. ഇനി ഓക്സിജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവേണ്ടത്. ഓരോ ഓക്സിജൻ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ആണ്. 6 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 2 ഇലക്ട്രോൺസും കൂടി വേണം. അപ്പോൾ 2 ഇലക്ട്രോൺസ് വെച്ച് ഷെയർ ചെയ്യുമ്പോൾ 2ഉം 2 ആയി മാറും. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. നൈട്രജൻ മോളിക്യൂളിൻ്റെ കേസാണെങ്കിൽ അവിടെ ട്രിപ്പിൾ ബോണ്ടാണ് ഉണ്ടാവുന്നത്. 3 ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യണത്. നൈട്രജൻ്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉള്ളൂ, 3 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ 3 ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവണം. നെക്സ്റ്റ് ടൈപ്പ് കോർഡിനേറ്റ് ബോണ്ട് ഓർ ഡേറ്റീവ് ബോണ്ട്. ഡേറ്റീവ് ബോണ്ട് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ വിട്ട് കളയരുത്. കോർഡിനേറ്റ് ബോണ്ട് തന്നെയാണ്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട് ഇൻ വിച്ച് ദ ഷെയർഡ് ഇലക്ട്രോൺസ് ആർ ഡൊണേറ്റഡ് ബൈ വൺ ഓഫ് ദി ആറ്റം. അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അമോണിയം അയോൺസ് പഠിച്ചാൽ മതി, സിമ്പിളാണ്. NH4+, NH3യും H+ അയോൺസും ചേർന്നിട്ട് NH4+ ആയി മാറുന്നതാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ട് ഈസ് എ നോൺ ബോണ്ടഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ആൻ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. അതിന് 2 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.
First question, why the boiling point of hydrogen fluoride is higher than that of hydrogen chloride? This one. And next question is, water is liquid whereas H2S is a gas at ordinary temperature. ഇത് രണ്ടും ഹൈഡ്രജൻ ബോണ്ടിങ്ങാണ് റീസൺ ഇതിൻ്റെ രണ്ടിൻ്റെ. അപ്പോൾ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് എഴുതിയാൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വാട്ടറിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ഡയഗ്രം ഒന്ന് പഠിച്ചു വെക്കാം. ഇത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിൻ്റെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ ഡയഗ്രമാണ്. അപ്പോൾ ഇത് രണ്ടിലും ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിസ്റ്റ് ചെയ്യാൻ റീസൺ വാട്ടറിൽ ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ആണ്, അതുപോലെ ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റീവ് ആണ് ദാൻ ക്ലോറിൻ ഇൻ ഹൈഡ്രജൻ ക്ലോറൈഡ്. In the case of water, oxygen is higher electronegative than sulfur. Okay, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള പോർഷൻസ്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതും വാച്ച് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.